ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇഡ്ഡലിയും ചട്ടിയുമാണ്. അങ്ങനെ ചായയെല്ലാം കുടിച്ചതിന് ശേഷം ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ഫിഷ് കറിയാണ് ഉണ്ടാക്കിയത്. നല്ല മീൻ കിട്ടിയിരുന്നു. ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് കഷ്ണങ്ങളെടുത്തു. അതിൻ്റെ തലയും കുറച്ച് കഷ്ണങ്ങളും കൂടി കറി ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ കറിക്ക് വേണ്ടുന്ന എല്ലാം കട്ട് ചെയ്തെടുത്തു. സ്റ്റവ് ഓണാക്കി മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കിയത്. ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു. ആദ്യം ഇട്ട് കൊടുത്തത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. അത് ചെറുതായി ഒന്ന് മൂത്ത് വന്നപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും സവാളയും ചേർത്ത് കൊടുത്തു. തേങ്ങാപ്പാലൊഴിച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പച്ചമുളക് കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് വഴന്നു വന്നതിന് ശേഷം തക്കാളിയും ഇട്ട് കൊടുത്തു. എല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുത്തു മസാലപ്പൊടികളാണ്. മസാലപ്പൊടികളുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ഫിഷും ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തു. ഫ്രൈ ചെയ്യേണ്ട ഫിഷും കറി വെക്കേണ്ട ഫിഷും ആദ്യമേ ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ചെറുതായൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നു. തേങ്ങാപ്പാലൊഴിച്ച കറിയാണ് ഉണ്ടാക്കിയത്. ഫിഷെല്ലാം ഏകദേശം പാകമായി വന്നതിന് ശേഷം തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാലൊഴിച്ചൊരു തിള വന്നതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് ഒരു കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. കറിയെല്ലാം ആയി വന്നതിന് ശേഷം അത് വാങ്ങി വെച്ച് ഫിഷ് ഫ്രൈ ചെയ്തു. അതിനിടയിൽ തന്നെ വിറകടുപ്പിൽ ചോറുണ്ടാക്കിയിരുന്നു. അങ്ങനെ ചോറുമായി ഫിഷ് ഫ്രൈയുമായി കറിയും ആയി. അങ്ങനെ ഫുഡ് കഴിക്കുകയും ചെയ്തു. സാദാ ചോറാണ് ഉണ്ടാക്കിയത്. പിന്നെ ഫിഷ് ഫ്രൈ, മോര്, ചമ്മന്തിപ്പൊടി, ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടായിരുന്നു. അതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ ഫുൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.